നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടല്ലേ? എല്ലാം അടിപൊളിയായിരിക്കണം, സെറ്റായിരിക്കണം. നമ്മുടെ കോളേജ് ലൈഫ് ആണെങ്കിലും, നമ്മള് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും. Mindful moments with Hammy. നമ്മളെല്ലാം ആഗ്രഹിക്കുന്ന ഒരു ലൈഫ് ഉണ്ടല്ലേ? എല്ലാം അടിപൊളിയായിരിക്കണം, സെറ്റായിരിക്കണം. നമ്മുടെ കോളേജ് ലൈഫ് ആണെങ്കിലും, നമ്മള് പിന്നെ കല്യാണം കഴിഞ്ഞിട്ടാണെങ്കിലും, നമുക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവും. നമ്മളെ കല്യാണം കഴിഞ്ഞിട്ട് എങ്ങനെ ആയിരിക്കണം എന്നൊക്കെയുള്ളത്. പക്ഷേ ഈ പറയുന്ന സ്വപ്നങ്ങൾക്കാണെങ്കിലും, ഈ പറയുന്ന നമ്മളെ ആഗ്രഹങ്ങൾക്കാണെങ്കിലും എല്ലാം പിറകില് ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ ജനിച്ചത് മുതല് നമ്മള് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും നമ്മളെ ഓരോ കാര്യത്തിലും ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. ശരിക്കും അങ്ങനെ റിയലൈസേഷൻ എനിക്ക് വളരെ ലേറ്റ് ആയിട്ടാണ് വന്നത്. അതായത് നമ്മളുടെ ഓരോ നിമിഷവും നമുക്ക് കിട്ടുന്ന ഓരോ പാരന്റിങ്ങും നമുക്ക് മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഓരോ വാക്കുകൾക്കും ഭയങ്കരമായ ഇമ്പാക്റ്റ് ഉണ്ട് എന്നുള്ളത്. അതിപ്പോ ഫ്രണ്ട്സിൽ നിന്നാവട്ടെ പലപ്പോഴും പല കളിയാക്കലുകളായിട്ടായിരിക്കും പലപ്പോഴും കിട്ടുന്നത്. പക്ഷെ ആ കളിയാക്കലുകൾ പോലും നമ്മളെ നല്ല രീതിയിൽ ഇമ്പാക്റ്റ് ചെയ്യുന്നുണ്ട് ശരിക്കും പറഞ്ഞാല്. ചില സിറ്റുവേഷൻസ് നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് നമ്മൾ പെട്ടെന്ന് റൈസ് ആവും. ആക്ച്വലി ആ സിറ്റുവേഷൻ ആയിരിക്കില്ല നമ്മൾ റൈസ് ആവുന്നത്. ഓൾറെഡി അങ്ങനത്തെ പല 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 സിറ്റുവേഷൻ പല രീതിയിൽ നമ്മളുടെ ഉള്ളിൽ കിടന്ന് 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 അത് നമ്മളുടെ ശരീരത്തിൽ ഒരു ചെറിയൊരു മുറിവുണ്ടെങ്കിൽ ആ മുറിവിൽ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ 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 തട്ടലുകൾ വന്ന് 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 ഏറ്റവും അവസാനം അത് ഭയങ്കരമായ ഒരു വേദനയായി മാറാറുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ചെറിയ സിറ്റുവേഷൻ ആയിരിക്കും, ആ ചെറിയ സിറ്റുവേഷൻ ഇങ്ങനെ വളർന്ന് വളർന്ന് ഒരുപാടിടത്തുനിന്ന് ഇങ്ങനെ പല രീതിയിൽ കുത്തലുകൾ വന്ന് വന്ന് വന്നതായിട്ട് അവസാനം അത് നമുക്ക് താങ്ങാതെ വരുമ്പോഴാണ് ചിലപ്പോൾ ഒരു ചെറിയൊരു കളിയാക്കൽ മതി ആ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് നമ്മൾ പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യും, ട്രിഗർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അതില് ഇപ്പൊ അപ്പം ചുറ്റുമുള്ളവരും പിന്നെ നിനക്ക് ഇത് ഇത്രയ്ക്ക് അങ്ങ് ഫീൽ ചെയ്തോ എന്നുള്ള രീതിയിൽ ചോദിക്കാറുണ്ട് അല്ലെ. ഓക്കെ, എനിവേ, അപ്പം നമ്മളുടെ ആ ഒരു ഓരോ ലൈഫിലെ ഓരോ മൊമെന്റ്സിനും നമ്മളുടെ ബിഹേവിയറുമായിട്ട് ഭയങ്കരമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മളതൊന്നും ചിന്തിക്കുകയില്ല. നമ്മളിങ്ങനെ ലൈഫിൽ എങ്ങനെയൊക്കെയോ പോകുന്നു എന്നുള്ളതല്ലാതെ നമ്മൾ കറക്റ്റായിട്ട് എന്താണ് നമ്മുടെ ലൈഫിൽ നടക്കുന്നത്, നമ്മളിപ്പോൾ അനാലിസിസ് ഒക്കെ ചെയ്യാൻ പോകുന്നുണ്ട്. നമ്മൾ കോളേജ് പഠിക്കുന്ന കാലത്ത് എന്താ അനാലിസിസ്? രാവിലെ എഴുന്നേക്കുക, ക്ലാസ്സിന് പോവുക, തിരിച്ചു വരിക, കുറെ കളിക്കുക എന്നുള്ളതല്ലാതെ. എൻ്റെ കോളേജ് ലൈഫ് എന്ന് പറയുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഞാൻ പലപ്പോഴും എനിക്കൊരു ഹോസ്റ്റലിൽ പോയി നിൽക്കണം എന്ന് നല്ല ആഗ്രഹം തോന്നിയിട്ടുണ്ട്. ഞാൻ പ്ലസ് ടു വരെയും ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. അതല്ലാണ്ട് എനിക്ക് തോന്നുന്നു എൻ്റെ പിന്നെ റിലേറ്റീവ്സിൻ്റെ ഒക്കെ വീട്ടിൽ ഞാൻ നിന്നിട്ടുണ്ട് ചെറിയ പ്രായത്തിൽ. പക്ഷേ ചെറിയ പ്രായത്തിൽ വീട്ടിൽ പല പല വീടുകളിൽ നിർത്തുന്നതിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യുന്നില്ല. കാര്യം ആ സമയത്ത് നമ്മളുടെ മാതാപിതാക്കളുടെ തന്നെ, ഇനിയിപ്പം വഴക്ക് പറയുമെങ്കിലും നമ്മുടെ മാതാപിതാക്കളുടെ തന്നെ ശിക്ഷണത്തിൽ വളരണം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട്. അതിലേക്കൊക്കെ നമുക്ക് പിന്നെ വരാം. അപ്പം എൻ്റെ കോളേജ് ലൈഫിലേക്ക് ഞാൻ കിടക്കുമ്പോൾ എനിക്ക് വീട്ടിൽ നിന്ന് മാറി നിന്ന്, കാര്യം ഞാൻ പലപ്പോഴും കണക്ഷൻസിന് അത്ര വാല്യൂ കൊടുക്കുന്ന ഒരു വ്യക്തിയല്ല. ഇപ്പം നമ്മൾ എവിടെയെങ്കിലും പഠിച്ചു, അവിടെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്, അത് ഞാനിങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകുന്ന ഒരാളല്ല. അപ്പം എനിക്ക് കുറച്ച് നല്ലൊരു ഫ്രണ്ട്സിനെ ഉണ്ടാക്കണം എന്നുള്ളൊരു ഫീല് ഞാൻ കോളേജിൽ ചേർന്നപ്പോൾ എനിക്ക് ഉണ്ടായിരുന്നു. ഫ്രണ്ട്സിനെ ഉണ്ടാക്കി ഒരുപാട് എനിക്ക് ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും പക്ഷെ പതിയെ 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 ആ ഒരു ഫ്രണ്ട്സിന്റെ കണക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി. പക്ഷെ ഒരു ബെസ്റ്റ് ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു ഇത് പലപ്പോഴും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല എന്ന് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ കോഴ്സ് കഴിയുമ്പോഴേക്കും ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്, അത് വേറെ കാര്യം. പക്ഷെ പലപ്പോഴും എനിക്ക് തന്നെ ഫീൽ ചെയ്യും, എൻ്റെ ബിഹേവിയറൽ പ്രോബ്ലം കാരണമാണോ, അതോ എന്നെ മറ്റുള്ളവർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് ആണോ എന്ന് വെച്ചാൽ ആ ഒരു ഡീപ്പ് ബോണ്ട് എനിക്ക് പലപ്പോഴും പലരിടത്തും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഒരാളടുത്തും എനിക്ക് ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. ഇവൻ ഞാൻ പലപ്പോഴും എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ആകെ ഞാൻ ഒന്നോ രണ്ടോ പേരെയാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഞാൻ പറയാറ്. പക്ഷെ ആ ഒരു ബെസ്റ്റ് ഫ്രണ്ട് അടുത്ത് പോലും എനിക്ക് ആ ഒരു ഡീപ്പ് കണക്ഷൻ എനിക്ക് പലപ്പോഴും ഉണ്ടാക്കാൻ പറ്റിയിട്ടില്ല. അത് എന്തുകൊണ്ടാണ്, ഇപ്പം ട്രസ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണോ, എന്താണ് റീസൺ എന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. അതിപ്പോഴും ഞാൻ സ്ട്രഗിൾ ചെയ്യുന്ന ഒരു പാർട്ടാണത്. കാര്യം എനിക്ക് ഒരാളുമായിട്ടും ഇപ്പോൾ എന്നോട് എൻ്റെ എത്ര ഫ്രണ്ട്സുമായിട്ട് ഞാൻ കണക്റ്റഡ് ആണെന്ന് വെച്ചാൽ ആരുമായിട്ട് ഞാൻ കണക്റ്റഡ് അല്ല.
ഈവൻ എനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാലോ ഒരു വിഷമം വന്നാലോ ഞാൻ ഷെയർ ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡുമായിട്ടാണ്. അത് ആ ഹസ്ബൻഡാണ് മാക്സിമം. അതിനപ്പുറത്തേക്ക് വേറെ ആരുമായിട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഞാൻ ഇതുവരെ ആ ഒരു രീതിയിലുള്ള കണക്ഷൻ ഞാൻ ബിൽഡ് ചെയ്തിട്ടില്ല. എന്നാലും ഹസ്ബൻഡിനോട് തന്നെ പല കാര്യങ്ങളും ഞാൻ പറയാറില്ല, അത് വേറെ കാര്യം. ഓക്കെ. അപ്പം ഈ ഒരു കോളേജ് ലൈഫിൽ ഇപ്പം ഞാനിങ്ങനെ കണക്ഷൻ ബിൽഡ് ചെയ്യാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും പലപ്പോഴും പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ കോളേജ് ലൈഫ് നമുക്ക് തരുന്ന ഒരുപാട് പാഠങ്ങളുണ്ട്. ഈവൻ നമ്മൾ കോളേജിൽ നമ്മൾ ചുമ്മാ എൻജോയ് ചെയ്ത് ഇങ്ങനെ നടക്കുന്നു എന്നുള്ളതിനപ്പുറം നമുക്ക് അവിടുന്ന് കിട്ടുന്ന ഒരുപാട് 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 അത് പിന്നെ വേദനകളാകട്ടെ സന്തോഷങ്ങളാകട്ടെ എല്ലാം നമ്മളെ ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് വളരെയധികം ഇമ്പാക്റ്റ് എനിക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കിയുള്ളവർക്ക് അത് എത്രത്തോളം കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് നല്ല രീതിയിൽ തന്നെ അത് ഇമ്പാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇപ്പൊ ഫ്രണ്ട്സിന്റെ ബിഹേവിയേഴ്സ് ആയാലും ഫ്രണ്ട്സ് ഓരോ സിറ്റുവേഷനെ ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും ഞാൻ എന്നെ ഡീൽ ചെയ്യുന്ന രീതിയാണെങ്കിലും ആ സമയങ്ങളിൽ ഇപ്പം ഓരോ സിറ്റുവേഷൻസ് നമുക്ക് വളരെ ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ ഞാൻ എന്നെ ഹാൻഡിൽ ചെയ്യുന്ന രീതിയെല്ലാം പിന്നെ പലപ്പോഴും എനിക്ക് തന്നെ തോന്നിയിട്ടുണ്ട് ഞാൻ ഈ ചെയ്യുന്നത് കറക്റ്റ് ആണോ, ഞാൻ വേണ്ട രീതിയിൽ തന്നെയാണോ ഇതിനെ ഹാൻഡിൽ ചെയ്യുന്നത്. മറ്റുള്ളവർ അതിനെ എന്താണ് പലപ്പോഴും മറ്റുള്ളവർ അതിനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ് ചെയ്തിട്ടുണ്ട് ഞാൻ ആ സിറ്റുവേഷനെ ഡീൽ ചെയ്തിട്ടുള്ളതെല്ലാം. അവർക്ക് ഒരുപക്ഷെ ആ രീതിയിൽ എനിക്ക് ശരിയാണ് എന്ന് തോന്നിയതാണ് ഞാൻ അവിടെ ചെയ്തിട്ടുള്ളത്. പക്ഷേ അത് മറ്റുള്ളവർ ആ രീതിയിലായിരിക്കണമെന്നില്ല അത് എടുക്കേണ്ടത്. അപ്പം ഞാൻ ആലോചിക്കാറുണ്ട്, ഞാൻ ശരിക്കും ചെയ്തത് തെറ്റായത് കൊണ്ടാണോ അതോ മറ്റുള്ളവർക്ക് ഞാൻ ആ ചെയ്ത രീതിയെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണോ അങ്ങനെ ചെയ്തത് എന്നുള്ളത്. ഞാൻ എന്താണ് സിറ്റുവേഷൻസ് ഒന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ. അപ്പം എനിവേ നമ്മുടെ ഓരോ ലൈഫിലെ ഓരോ മൊമെന്റ്സിനും ഈവൻ സിംഗിൾ മൊമെന്റ്സ് ആണെങ്കിലും അത് നമ്മളുടെ ലൈഫിൽ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് വളരെ വലുതാണ്. പ്രത്യേകിച്ച് നമ്മൾ മാരീഡ് ലൈഫൊക്കെ കഴിഞ്ഞ് വരുമ്പോഴേക്കും നമ്മളെ അനുഭവിക്കുന്ന ഓരോ സിറ്റുവേഷൻസും നമ്മൾ ഈ കഴിഞ്ഞ പാസ്റ്റിൽ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല സിറ്റുവേഷൻസിൻ്റെയും ഒരു എന്താ പറയാ ഒരു റിസൾട്ടായിട്ടായിരിക്കും നമ്മൾ അവിടെ ബിഹേവ് ചെയ്യുന്നത്. ഹസ്ബൻഡിനോടാവട്ടെ ഇൻലോസിനോടാവട്ടെ എല്ലാം. ഇപ്പം ഞാൻ എൻ്റെ ഫാമിലിയിൽ ഞാൻ എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഇൻസെക്യൂരിറ്റി, മേ ബി ഇൻസെക്യൂരിറ്റി എന്ന് പറയാം. അതായത് കുറച്ച് ഓർത്തഡോക്സ് ആകുമ്പോൾ അതിൻ്റെതായ ഒരു ലിമിറ്റേഷൻസ് ഉണ്ടാവുമല്ലോ. അപ്പം അത് കഴിഞ്ഞ് നമ്മൾ കോളേജ് ലൈഫിലേക്ക് പോകുമ്പോൾ കുറച്ച് നല്ലധികം ഫ്രീഡം കിട്ടി. ആ ഒരു ഫ്രീഡം ഇന്ന് എക്സ്പീരിയൻസ് ചെയ്ത് വരുമ്പോൾ പിന്നെ ഒരു റിലേഷൻഷിപ്പിലേക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് അവിടെ ഒരു ഇൻസെക്യൂരിറ്റി എഗെയിൻ വരികയാണ്. ഇനി ഇവിടെയും എന്നെ കൺജസ്റ്റഡ് ഫീലിങ്ങിലേക്ക് കൊണ്ടുവരുമോ, എൻ്റെതായ ഒരു ഫ്രീഡത്തിൽ എനിക്ക് പോകാൻ പറ്റാതെയാകുമോ എന്നുള്ള കുറേ ഫീലിങ്സ് ആ സമയത്ത് എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു തുടക്കത്തിൽ, കല്യാണത്തിന്റെ തുടക്കത്തിൽ. കാര്യം നമ്മളെപ്പോഴും ഒരു കല്യാണം എന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിലേക്ക് നമ്മൾ നടക്കുമ്പോൾ നമുക്ക് ഒരുപാട് എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. നമ്മളിങ്ങനെ ആയിരിക്കണം, നമ്മുടെ ഹസ്ബൻഡ് ഈ രീതിയിലായിരിക്കണം, ഇൻലോസ് ഈ രീതിയിലായിരിക്കണം എന്നൊക്കെ ഈ രീതിയിലാണെങ്കിൽ നല്ലതായിരിക്കും എന്നുള്ള കുറേ എക്സ്പെക്ടേഷൻസ് ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് നല്ല ഇപ്പം എൻ്റെ ഇത് പറയുകയാണെങ്കിൽ എന്നെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. എൻ്റെ എല്ലാ കാര്യത്തിലും എന്ന് വെച്ചാൽ പോസിബിൾ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കണം. ഇപ്പൊ വീട്ടു ജോലികളിലെല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ആളായിരിക്കണം. അങ്ങനെ പിന്നെ എന്നെയും എൻ്റെ മക്കളെയും അതുപോലെ സ്നേഹിക്കുന്ന ആളായിരിക്കണം എന്നുള്ള ഇങ്ങനെ നോർമലി പെൺകുട്ടികൾക്ക് എല്ലാവർക്കും ഉണ്ടാവാറുള്ള സെയിം സംഭവം തന്നെയാണ് ഇവിടെയും ഉണ്ടായിരുന്നത്. പക്ഷെ നമ്മൾ ആ ഒരു റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ യഥാർത്ഥത്തിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്ത നമ്മളെപ്പോഴും കല്യാണം എന്ന് പറയുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക് ആയിട്ടുള്ള സംഭവമാണ് നമ്മൾ എപ്പോഴും വിഷ്വലൈസ് ചെയ്യുക. പക്ഷെ നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് കടക്കുമ്പോൾ ഒരുപാട് ഫാക്ടേഴ്സ് നമ്മളുടെ ആ ഒരു റിലേഷൻഷിപ്പിനെ ഇമ്പാക്ട് ചെയ്യുന്നുണ്ട്. എൻ്റെ ഫാമിലിയും ഹസ്ബൻഡിന്റെ ഫാമിലിയും ചുറ്റുമുള്ള സമൂഹവും എല്ലാം നമ്മളുടെ ഇതിലേക്ക് പിന്നെ ഒരുപാട് കോൺട്രിബ്യൂഷൻസ് നല്ല രീതിയിൽ തരാറുണ്ട്. ഓക്കെ. അപ്പോൾ നമ്മുടെ ആ ഒരു എക്സ്പെക്ടേഷൻ വേണ്ട രീതിയിൽ നമ്മൾ വർക്കൗട്ട് ആവാതെ വരുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ഒരു നിരാശ ഉണ്ടാവും ആ സമയത്ത്. അത് ശരിക്കും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയാൽ കുഴപ്പമില്ല, നമുക്ക് അതുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യല്ല വേണ്ടത്. ഇവിടെ അഡ്ജസ്റ്റ്മെന്റ് അക്സെപ്റ്റൻസ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. പലരും അഡ്ജസ്റ്റ് ചെയ്ത് പോവാറാണ് പതിവ്. ഈ അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നവർക്കാണ് പലപ്പോഴും അത് പ്രശ്നങ്ങളിലേക്ക് പോവാറുള്ളത്. അതേസമയം അക്സെപ്റ്റ് ചെയ്ത് പോവാന്ന് പറയുന്നത് ഈ സിറ്റുവേഷൻ ഇങ്ങനെയാണ്,
എന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്ത് ഇറ്റ്സ് ഓക്കെ, അത് എനിക്ക് എന്നെ ഏത് രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുമെന്നൊക്കെ ഫിഗർ ഔട്ട് ചെയ്ത് പോവുകയാണെങ്കിൽ ഒരു പ്രശ്നവും വരുന്നില്ല. അതേസമയം ഞാൻ ഈ പറയുന്ന സിറ്റുവേഷനെ എന്താ അഡ്ജസ്റ്റ് ചെയ്ത് എങ്ങനെങ്കിലും എന്ന് വെച്ചാൽ, അവിടെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ തന്നെ നമ്മളവിടെ ഒരു സപ്രഷൻ പോലെയാണ്. പലപ്പോഴും പലരും പറയാറുള്ള കല്യാണം എന്ന് പറഞ്ഞാൽ ഒരു അഡ്ജസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതാണ്. ഞാൻ ഒരിക്കലും അതിനെ സപ്പോർട്ട് ചെയ്യില്ല. ഒരിക്കലും ഒരു കല്യാണം എന്ന് പറയുന്നത് അഡ്ജസ്റ്റ്മെന്റ് അല്ല. അങ്ങനെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് നമ്മൾ പറയുന്നുണ്ടെങ്കിൽ നമ്മളൊരു അടിമ എന്നുള്ളതാണ് അതിനെ അർത്ഥമാക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാര്യം എൻ്റെ ലൈഫിൽ ഇതുപോലെ ഞാൻ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞ് കൊണ്ടുപോയിട്ടുള്ളത് പലതും എന്നെ ഫിസിക്കലി ആൻഡ് മെന്റലി ഭയങ്കര സ്ട്രെയിൻഫുൾ സിറ്റുവേഷനിലേക്ക് കൊണ്ടുപോയിട്ടേ ഉള്ളൂ. പകരം അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം ആ ഒരു അക്സെപ്റ്റ് ചെയ്യാൻ പഠിക്കുന്നതിലൂടെയാണ് ഇപ്പം ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിരിക്കുന്നത്. പല സിറ്റുവേഷൻസും പോകെ എങ്ങനെയൊക്കെയാണ് സിറ്റുവേഷൻസ്, ഏത് രീതിയിലാണ് ഞാൻ ഈ ഒരു ജേണിയിലേക്ക് വന്ന് പെട്ടത് എന്നുള്ളതെല്ലാം ഞാൻ നിങ്ങളോട് പറയുന്നുണ്ട്. നൗ ഐ എം സൈനിങ് ഓഫ്. ബൈ ബൈ.